കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ വീറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു 7 മാർക്സ് ഒക്കെയാണ് ആ ചാപ്റ്റർ. അപ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ ഞാൻ ആ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. The volume of a cube is increasing at a rate of 9 cm² per second. How fast the surface area increasing when the length of an edge is 10 cm? ഇവിടെ വോളിയം ഓഫ് എ ക്യൂബ് ഇൻക്രീസ് ചെയ്യുന്നത് 9 cm/s എന്ന് പറയുന്ന റേറ്റിലാണ്. എഡ്ജിൻ്റെ ലെങ്ത് 10 cm എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സർഫസ് ഏരിയ എത്ര സ്പീഡിലാണ് അല്ലെങ്കിൽ എത്ര ഫാസ്റ്റിലാണ് അത് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിച്ചാലോ. നമുക്കറിയാം ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എ ക്യൂബും അതിൻ്റെ സർഫസ് ഏരിയ 6a² ആണ്. ഇവിടെ നമ്മൾ എക്സിനെ ക്യൂബിൻ്റെ സൈഡ് ഓഫ് ദ ലെങ്തിനെയും വിയെ നമ്മൾ വോളിയമായിട്ടും എസിനെ സർഫസ് ഏരിയ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് പകരം നമുക്ക് v = x³ എന്നും s = 6x² എന്നും കൊടുത്തു. അപ്പോൾ ഇവിടെ എക്ക് പകരം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ടിടത്തും എക്സിനെയാണ്. നമുക്ക് ആദ്യമേ വോളിയത്തിൻ്റെ ഭാഗം കണ്ടുപിടിക്കാം. അപ്പോൾ dv/dt എന്നതാണ് നമുക്ക് 9 cm²/s എന്ന ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. ഇനി dv/dx എന്ന് പറഞ്ഞാൽ എന്താണ്? x³ ഡെറിവേറ്റീവ്, അതായത് 3x² ആണ് ഡെറിവേറ്റീവ്. ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് dv/dt = dv/dx × dx/dt. dv/dt എന്ന് പറഞ്ഞാൽ 9 dv/dx എന്ന് പറഞ്ഞാൽ 3x². ഇത് നമുക്ക് അൺനോൺ വാല്യൂ ആയതുകൊണ്ട് dx/dt എന്ന് തന്നെ എഴുതാം. ഇവിടുത്തെ അൺനോൺ വാല്യൂവിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. dx/dt = 9/3x². ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ആകും, അങ്ങനെ എഴുതി. ഇനി ഈ 9-നെയും 3-യെയും കട്ടാക്കുമ്പോൾ 3/x² എന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്തായിട്ട് സർഫസ് ഏരിയയുടെ ഭാഗമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഭാഗമാണ് സർഫസ് ഏരിയ, അതായത് ds/dt. ഇവിടെ dv/dt എന്ന് പറയുന്നതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ 9 cm/s എന്ന് തന്നിരിക്കുന്നത്. ds/dt എന്ന് പറഞ്ഞാൽ d/dt × s എന്ന് പറഞ്ഞാൽ 6x² ആണ്. അത് കൊടുത്തു. അപ്പം 6 × d/dt × x² ഇതാണ് = 6 × x² ഡെറിവേറ്റീവ് 2x × ഈ dx/dt. അപ്പോൾ 6 × 2 12x × dx/dt നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? 3/x² ആണ്. × 3/x². അപ്പം 12x × 3, അതായത് 12 × 3 എന്ന് പറഞ്ഞാൽ 36/x² ആണ്. നമുക്കറിയാലോ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് 36/x/x². ഈ എക്സിനെയും സ്ക്വയറിനെയും വെട്ടിക്കളയാം. അപ്പം 36/x എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ നമുക്ക് ലെങ്ത് ഓഫ് ആൻ എഡ്ജ് എന്ന് പറയുന്നത് 10 cm ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 36/x-ൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് x = 10 അല്ലേ, 10 cm, അതിനെ നമുക്ക് കൊടുത്താലോ. അപ്പോൾ ds/dt = 36/x എന്നുള്ളിടത്ത് 10 കൊടുക്കാം. 10 ആൻസർ 3.6 cm²/s ആണ്. ഇതാണ് നമ്മുടെ ഉത്തരം. 3.6 cm/s. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.